പല ഹദീസുകളും തള്ളിക്കളയുന്നവരാ, മടവൂരികളെ പോലെ തന്നെ. അത് മറച്ചു പിടിക്കാനാണ്, അതിനെതിൽ നമ്മളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കതിൽ ശിർക്കാരോപണവുമായി ഇവർ രംഗത്ത് വന്നത്. നിങ്ങൾക്കറിയോ, ഈ കള്ളപ്രചരണം നടത്താൻ ചാരപ്പണിയെടുത്തത് ആരാ? നിങ്ങളെ നാട്ടുകാരൻ KKP അബ്ദുള്ള. മടവൂരികൾ 10 കൊല്ലം നമുക്കെതിൽ ജിന്നും സിഹറും പറഞ്ഞിട്ടും അവർക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല, പരാജയപ്പെട്ട് പിന്മാറി. അപ്പം അവർ കണ്ടെത്തിയ ചാരനാണ് KKP അബ്ദുള്ള. അവന്റെ സഹായി അനസ് തളിപ്പറമ്പ്, സിദ്ദീഖ് തലശ്ശേരി, ഹാരിസ് ചേറൂർ. ഇവര് കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞു ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഗൂഢസംഘമാണ്. ആ ഗൂഢസംഘത്തിൽപ്പെട്ട അനസും സിദ്ദീഖും ഒക്കെയാണ് ബഷീർ ഡോക്ടറുടെ ഈ കോക്കസിന്റെ വിശദീകരണം ഇവിടെ സംഘടിപ്പിച്ചത് അല്ലേ. മറ്റോ പിന്നെ അവന്റെ പണി കഴിഞ്ഞു, ചാരപ്പണി എടുത്ത് പിളർത്തലേന്നു. അത് ഏതാണ്ട് പൂർത്തിയായപ്പോൾ ഓൻ പഴയ കൂടാരത്തിലേക്ക് തിരിച്ചുപോയി KKP അബ്ദുള്ള. ഈ അബ്ദുള്ളാനെ സഹായിച്ചതാരാ? സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി. അതാരാ പറഞ്ഞത്? അബ്ദുള്ള തന്നെയാ പറഞ്ഞത്. അബ്ദുള്ളാന്റെ പഴയ കാല സുഹൃത്ത് ഫോൺ ചെയ്തു. എന്തിന്? സംഘടനയിൽ ഒരു വലിയ ചാരപ്പണി നടക്കുന്നുണ്ട്, സംഘടനയെ തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ആള് ആ ഫോണൊക്കെ റെക്കോർഡ് ചെയ്തു. കാരണം ഇയാളെക്കാളും വലുത്, അബ്ദുറഹ്മാൻ സലഫിയെക്കാളും വലുത് ഈ ആദർശ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ചാരപ്പണി എടുക്കുന്നുണ്ടെങ്കിൽ ആ ചാരന്മാരെ പുറത്തു കൊണ്ടുവരൽ നമുക്ക് നിർബന്ധമാണ്. ചാരന്മാരെ പുറത്തു കൊണ്ടുവന്നു. ചാരൻ പറയാണ്, ഞങ്ങൾ ഈ CD, ഈ കട്ടുമുറിച്ച ക്ലിപ്പുകളുടെ CD, അതൊക്കെ ആ കക്കുന്ന കോലെങ്ങനെയെന്നറിയോ? ഇതാ സക്കരിയ സലാഹി പറഞ്ഞിരിക്കുന്നു, ഏർവാടിയിൽ പോയാൽ രോഗം മാറും, കണ്ടോളൂ ക്ലിപ്പ്. എന്നിട്ട് ഏർവാടി പോയിട്ട് പിശാച് ഇറങ്ങിക്കൊടുക്കും, അപ്പൊ ചിലപ്പോൾ രോഗം മാറി എന്ന് തോന്നും, അവിടെ മുറിക്കും. കണ്ടോ അതിന്റെ ബാക്കി എന്താ? ഇങ്ങനെയാണ് പിശാച് മനുഷ്യനെ ശിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുന്നത് എന്നാ. അതവിടെ ഒഴിവാക്കി. ഹാരിസ് ബിൻ സലീമിന്റെ ക്ലിപ്പ് നിങ്ങൾ ചിലപ്പോൾ ചില രോഗികളേറ്റ് ചെന്ന ഡോക്ടർ കുറേ പരിശോധിച്ച് മരുന്നൊക്കെ തന്നിട്ട് പിന്നെ പറയും, ഇത് നിങ്ങളെ ആളുകളെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകണം, അവിടെ മുറിച്ച് ഖുറാഫി. എന്നിട്ട് എന്ത് പറഞ്ഞു? കണ്ടോ തങ്ങളെടുത്തും മോലെടുത്തും കൊണ്ടുപോകണം എന്നാ പറഞ്ഞത് മുജാഹിദീങ്ങള്. അതിന്റെ ബാക്കി എന്താ? ഞമ്മക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാ അത് മുറിച്ച്. ഇങ്ങനെ കട്ടുമുറിച്ച ക്ലിപ്പുകളുടെ CD സലാഹി എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന പേരിൽ മടവൂരികൾ ഇറക്കി. അത് മടവൂരികൾ പ്രചരിപ്പിച്ചിട്ട് ക്ലച്ച് പിടിച്ചില്ല. അപ്പൊ KKP അബ്ദുള്ളയെ ഏൽപ്പിച്ചു. ആദ്യം തളിപ്പറമ്പിൽ കൊടുത്തു, പിന്നെ കണ്ണൂരിൽ കൊടുത്തു, ജില്ലയിൽ കൊടുത്തു, സംസ്ഥാനത്തെത്തിച്ചു. പയ്യന്നൂരിൽ അബ്ദുൽ ലത്തീഫ് വെള്ളൂർ എന്ന ഗ്രൂപ്പ് നേതാവ് അത് കേന്ദ്രം സംസ്ഥാന കൗൺസിലിൽ കോഴിക്കോട്ട് ഒരു കുട്ടിയെ വിളിച്ചിട്ട് വിതരണം ചെയ്തു. പരാതി കൊടുത്ത് പറഞ്ഞു നമ്മള്, ഒരു നടപടി ഉണ്ടായില്ല, അത് കുറച്ചാൽ നടക്കട്ടെ എന്ന്. അത് 40ഓളം പണ്ഡിതന്മാരെ കൊണ്ടുപോയി കേൾപ്പിച്ചു, വീട്ടിലും ഓഫീസിലും കൊണ്ടുപോയി. അതിനെ സഹായിച്ചതാരാ? അബ്ദുറഹ്മാൻ സലഫി. KKP പറയുന്നത് കേട്ടോളി. അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങളോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇത് നേതാക്കന്മാരെ ഒരിക്കലും നമ്പരുത്, നമ്മളെ കളിപ്പിച്ചിട്ടേ. അല്ല, ഈ സലഫി ഇപ്പം കളിപ്പിച്ചതല്ല. അല്ല അല്ലേ? അല്ലല്ല, അത് അയാൾക്ക് എന്തെന്ന് പറഞ്ഞാ ഈ ആയുധം നഷ്ടപ്പെട്ടവന്റെ കീഴടങ്ങൽ എന്ന് പറയല്ലേ, എന്നതുപോലെ കുരുതിയിട്ട് അവസാനം അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് അനുഭവമുണ്ട്. എന്നുവെച്ചാല് മൂപ്പരെ എന്നെ കൊണ്ട് ഓരോരുത്തരെയും പിടിപ്പിച്ചിട്ട് ഞാനിങ്ങനെ പോകുമ്പോ ഓരോരുത്തരും MM മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന MM മദനി വിളിച്ചിട്ട്, ആ പുറത്ത് ഗേറ്റിലുണ്ട് KKP നിൽക്കുന്നത്, നിങ്ങളെ കാണാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ നേരിട്ട് ചെന്ന് KKP ആണെന്ന് പറഞ്ഞു, ഏത് KKP, എന്ത് KKP, എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. ഇത് ചിലക്ക് MM ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചോനെ പേടിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പോൾ സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ AP-ന്റെ അടുത്ത് പോയപ്പോ ബസ്സിൽ AP-ന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാൾ ഇടപെട്ടിട്ടാണ്. AP-ന്റെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തൊന്നും നമ്മളെത്തുന്ന അവിടെ എത്തി ഇങ്ങോട്ട് വിളിക്കും, അവിടെ എത്തി നിങ്ങൾ പോയിക്കോളൂ, വേറെ ആരുമില്ല അവിടെ എന്ന് വരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തനം ഞാൻ നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയുന്ന വെച്ചാൽ പറയാൻ തന്നെയാ. അടുത്ത് ഈ വിഷയത്തിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു, നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു. ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക്. ശരി. അല്ല, ഞാൻ വിചാരിച്ചെന്തോ
നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല നിങ്ങൾ പറഞ്ഞല്ലോ സലഫിനോട്. അങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടലില്ല, ഫോണിലെ അവർക്ക് മടിയാണെന്നൊക്കെ പറഞ്ഞു. അത് മൂപ്പരുടെ ഒരു ഇതാണ് നേരിട്ട് പറയാന്നുള്ളത്. മൂപ്പർക്ക് ആരെയും അത്ര വിശ്വാസമില്ല എല്ലാവർക്കാണ്. പിന്നെ അല്ല മൂപ്പരത് പറയുന്നുണ്ട് ഫോണിൽ പറയണ്ടില്ല, ഫോൺ ചോർത്താൻ വരെ ചെയ്യാലോ. അല്ല മൂപ്പര് നിങ്ങളോടെ ഇങ്ങനെ വിളിച്ചിരുന്നതോ ഒപ്പല്ല ആളുകളോടോ? എങ്ങനെ നിങ്ങളാ വിളിച്ചിരുന്നത് അതോ ഒപ്പല്ല ആളുകളോ നിങ്ങളെ കാണാൻ പോകുമ്പോ? ഇല്ല, മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്. നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ ഞങ്ങൾ എത്തി എന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒരിക്കലും അവരതിന് സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു. അല്ലാതെ നമ്മൾ പോയ ഈ 50-60 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? അത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു 10-20 ആളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് അത് സൗകര്യമാണ്. അല്ല ഞാനെന്താ പറഞ്ഞ എനിക്കിതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൂപ്പര് നേതാക്കന്മാരെ എന്നല്ല നേതാക്കന്മാരൊക്കെ അവരുടെ സ്ഥാനം. അല്ല അവസാനം അത് മാത്രല്ല, സെൻട്രലിൽ ഇവരൊക്കെ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്ന ആരോപണം നടത്തിയതിൽ മൂപ്പരാണ് നേതൃത്വം വഹിച്ചത്. മൂപ്പരാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂരിഷനെയും പിന്നെ മറ്റേ ഇയാളെയും എന്തെന്നാ അബ്ദുൽ ഖാദർ എരഞ്ഞിക്കലിനെയും നാണിയാജിനെയും അങ്ങനെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും പിന്നെ പണ്ഡിതന്മാരെയും ഒക്കെ എത്തിച്ചത് എത്രത്തോളം ഹനീഫനടക്കം ഇങ്ങോട്ട് കൊണ്ടുവരുത്തിച്ചത് മൂപ്പരല്ലേ. അതിന് നമ്മളെന്തിനാ വിളിക്കണ്ട്? നമ്മളെന്ത് നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അയാളെ ചെയ്യാൻ കഴിയോ? അല്ല, അപ്പൊ അയാൾ തന്നെ അതെല്ലാം ആസൂത്രണം ചെയ്തോ. എന്നിട്ട് അയാള് എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിപ്പിച്ച് അവസാനം അവിടുത്തെ ഒരു വികാരവും ആ യോഗ തീരുമാനമൊക്കെ എഴുതിയൊക്കെ ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പോവാമെന്ന് പറഞ്ഞ നേതൃത്വം പോവുകയും പിന്നെ ഇത് പുറത്തറിഞ്ഞപ്പല്ലേ മറ്റൊരു കൊളാക്കുന്നു. പിന്നെ ഇയാൾക്ക് കീഴടങ്ങാനുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. KKPനെയും കൂട്ടിട്ട് പയ്യന്നൂർ ടീം പോവുക, എന്നിട്ട് ഇങ്ങനെ മൊബൈലിൽ അത്രമാൻ സെൽഫി വിളിക്കും. ഏപ്പിന്റെ അടുത്തതാ കുട്ടികൾ വരുന്നുണ്ട്, ഒന്ന് കാണാൻ CD, അടുത്ത ടീപ്പിന്റെ അടുത്ത്, അടുത്ത മദനിന്റെ അടുത്ത്, ഇങ്ങനെ എല്ലാവരും ഈ കട്ടുമുറിച്ച ക്ലിപ്പുകളിലെ CD കേട്ടു. അത് വിശ്വസിക്കാൻ മാത്രമേ ഇവരൊക്കെ ഉള്ളൂ. ഒരു കള്ളക്ലിപ്പ് കണ്ട സാധാരണക്കാരൻ വിശ്വസിക്കോ? അപ്പുറം കാണാതെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് സാധാരണക്കാരൻ വരെ പറയും. പക്ഷെ അത് ഇവർ വിശ്വസിച്ചു. എന്നിട്ട് അവസാനം ഈ ഫോൺ ക്ലിപ്പ് പുറത്തായപ്പോൾ മാനം കെട്ടു. അങ്ങനെ ഇയാൾ വളപട്ടണത്ത് പ്രസംഗിക്കാൻ വന്നപ്പോൾ പയ്യന്നൂർക്കാർ KKPനെയും കൂട്ടി അവിടെ ഒരു വീട്ടിൽ ചെന്നു. എന്നിട്ട് ബഷീർ ഡോക്ടർ ക്യാമറാമാനെയും കൊണ്ട് വന്ന് എന്നിട്ടൊരു കുംഭസാരം സെലഫി എഴുതി കൊടുത്ത് അതൊന്ന് നോക്കി വായിച്ച് ആ വീട്ടിൽ വെച്ചിട്ട് നിഷേധിക്കേണ്ടവര് വീടും റൂമും ഒക്കെ ഞങ്ങൾ പറഞ്ഞു തരാം, നടന്ന ഡേറ്റും ഒക്കെ ഞങ്ങളെ കണ്ട് കള്ളന്മാര്. എന്നിട്ട് ആ കുംഭസാരം അബ്ദുറഹ്മാൻ സലഫിയെ രക്ഷിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫി എഴുതി കൊടുത്ത കുംഭസാരം ഉളുപ്പില്ലാതെ വായിക്കുക. കേട്ടോളി കുംഭസാരം. സാലിം എന്ന വ്യക്തിയോട് KKP അബ്ദുള്ള എന്ന ഞാൻ മൊബൈൽ ഫോണിൽ യാതൊരു തത്വദീക്ഷയുമില്ലാതെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് സാലിം മുജാഹിദുകളെ ഒന്നടങ്കം കൽപ്പിക്കാൻ ശ്രമിച്ചു. ആ സൗണ്ട് ക്ലിപ്പ് കേൾക്കാനിടയായ മാന്യരായ മുജാഹിദുകളോട് വിനയത്തോടെ നിരന്തരം സാലിം എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. സലഫി മൻഹജ് കേരളമുണ്ടാക്കിയ ഒരു മദ്ഹബാണെന്ന വാദം മടവൂരികളാണ്. സലഫി സൃഷ്ടിച്ചതാണ് സലഫി മൻഹജെന്ന എന്റെ പരാമർശം പരമാബദ്ധമാണ്. സക്കരിയയും കൂട്ടരും പച്ചയായ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചിട്ടും അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള നേതൃത്വം കടുത്ത നടപടിയെടുക്കാൻ തയ്യാറാവാത്തതാണ് സലഫിയോടും മുജാഹിദ് നേതാക്കളോടും കടുത്ത വെറുപ്പിനും അമർഷത്തിനും വഴിവെച്ചത്. ധാർമ്മിക രോഷം കൊണ്ട് കണ്ണു കാണാത്ത ഒരവസ്ഥയിലായിരുന്നു അന്ന് ഞാൻ. അബ്ദുറഹ്മാൻ സലഫിയെ പോലുള്ള പണ്ഡിത നേതാക്കൾ സക്കരിയ സലാഹിക്കെതിരെ പരസ്യമായി രംഗത്ത് വരാത്തതും എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. ഒരു വേള സലാഹിയേക്കാൾ ഞാൻ സലഫിയെ വെറുത്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ ജൽപ്പനങ്ങൾ നടത്തിയിരുന്നത്. മുജാഹിദ് സെന്ററിൽ സലഫി ഗ്രൂപ്പ് യോഗം വിളിച്ചു എന്നും സലഫി എന്നെ പോലെയുള്ള കുട്ടികളെ കൊണ്ട് ഗ്രൂപ്പ് കളിപ്പിച്ചു എന്നും തുടങ്ങുന്ന മുഴുവൻ വർത്തമാനങ്ങളും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമാണെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചു പറയുകയാണ്. പനിപിടിച്ച് കിടക്കുന്ന വേളയിൽ ഞാൻ പറഞ്ഞുപോയ പിറ്റ
പിച്ചുമ്പയും വലിയ കാര്യമായി സാലിം എന്ന പാണ്ടിക്കാട്ട് വ്യക്തി ചോർത്തിയെടുത്ത് ചാരപ്പണി ചെയ്തപ്പോൾ അത് മുജാഹിദുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണയും പ്രശ്നവും ഇത്രമാത്രം ഗുരുതരമാകുമെന്ന് എനിക്കന്ന് വിചാരിക്കാൻ സാധിച്ചിരുന്നില്ല. മാത്രം തീർക്കാനാവാത്ത പ്രശ്നങ്ങളാണ് ആ ക്ലിപ്പ് ഉണ്ടാക്കിയതെന്ന് ആവർത്തിച്ച് ക്ലിപ്പുകൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിലാകുന്നു. അബ്ദുറഹ്മാൻ സലഫിയെ കുറിച്ച് പറഞ്ഞതൊക്കെ വാസ്തവ വിരുദ്ധവും സക്കരിയ സലാഹിയെ കുറിച്ച് പറഞ്ഞതൊക്കെ വാസ്തവവുമാകുന്നു എന്ന് അള്ളാഹിനെ നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. കള്ള ഇങ്ങനെയുണ്ട് ഒരു കുംഭസാരം. നാ പറഞ്ഞത് മുഴുവൻ കളവാന്നവരുണ്ട്. അബ്ദുറഹ്മാൻ സലഫിയെ കുറിച്ച് മുഴുവൻ പറഞ്ഞതൊക്കെ വാസ്തവ വിരുദ്ധവും സക്കരിയ സലാഹിയെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യവും. പയ്യന്നൂർക്കാരെ ടിപ്പ് വാങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ പറയോ? മനുഷ്യൻ അതപ്പതിക്കോ? സലഫി പ്രസംഗിക്കണ്ട ബുസ്താന്റെ റൂമിൽ പയ്യന്നൂർക്കാരനോട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും ഓനെ കൊണ്ട് നമുക്ക് ചെയ്യിക്ക, ഞങ്ങൾ കൊണ്ടുവരോനെ. അങ്ങനെ കൊണ്ടുവന്നതാ. അതിന്റെ ക്ലിപ്പ് നമ്മളൊക്കെ ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ, ഇത്തരത്തിലുള്ള ചാരപ്പണി നടത്തി മുജാഹിദ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിൽ തല്ലിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എന്നെ കുറിച്ചുള്ള മറ്റൊരു ആരോപണം, ഞാൻ അയ്യപ്പ എന്ന് വിളിക്കാന്ന് പറഞ്ഞു എന്നാ. യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്നെ സംബന്ധിച്ച് ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവും ഫത്വ ബോർഡും യോഗം ചേർന്നിട്ട് ദൗറ പണ്ഡിത ചർച്ച അതിലെടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ JJUവിൻ്റെ ഒരു ഫത്വയായിട്ട് പുറത്തിറക്കേണ്ടതുണ്ട്. അപ്പൊ ദൗറയിലെടുത്ത തീരുമാനം ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാവുന്നതുണ്ട്, ഹറാമാകുന്നതും ഉണ്ട് എന്നാണ്. അപ്പോ യോഗം കൂടിയ അബ്ദുറഹ്മാൻ സലഫി അതിനെ അട്ടിമറിച്ചു. വസീലയിലെ ശിർക്ക് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം ശിർക്കു തന്നെ എന്നാണ് ദൗറ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ. ഇജ് വന്നിട്ടില്ലല്ലോ, ഇജ് മിണ്ടാണ്ടിരിക്കെ, ഞാൻ പറയാം. ഒരു മൂപ്പർ എഴുതി കൊണ്ടെന്ന് ഇതിൻ്റെ അടിയിൽ ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ പ്രയാസത്തോടു കൂടി പറഞ്ഞു എനിക്ക് ഒപ്പിടാൻ പറ്റൂല. അവസാനം ഭയങ്കരമായി എല്ലാവരും തളത്തിലിറങ്ങി വെല്ലുവിളിക്കലും നിർബന്ധിക്കലും. സക്കരിയ, നീ ഇവിടുന്ന് ഇറങ്ങിയാൽ സംഘടന പളരാൻ പോവാണ്. നീ ഇത് ഒപ്പിട്ടില്ലെങ്കിൽ നീ പുറത്തേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. സംഘടനയിൽ ചിന്തത ഉണ്ടാകും, ഭിന്നത ഉണ്ടാകും. അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൻ്റെ ഉത്തരവാദി നീ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം TP പറഞ്ഞു, സക്കരിയ, ഏതായാലും അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടതാണോ? ഒരു ജിന്നിനോട് ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. അതിൽ നമ്മളെല്ലാവരും ഏക അഭിപ്രായം. പിന്നെ തൊട്ടടുത്തുള്ള ജിന്നിനോട് അതിൻ്റെ കൈവിൽപ്പെട്ട ചോദിക്കാൻ പാടുണ്ടോ? അത് പാടില്ല എന്നല്ല എൻ്റെ അഭിപ്രായം, അത് ഹറാമാണ്. TP പറഞ്ഞ വാക്കാ. അത് ശിർക്കിലേക്കുള്ള വസീലയാണ്, അത് വർജിക്കപ്പെടേണ്ടതാണ്, ആ ബാബ് അടയ്ക്കേണ്ടതാണ്. ഇതൊക്കെയല്ലേ എൻ്റെ വാദം. ജായിസ നിനക്ക് വാദമല്ലല്ലോ, പിന്നെന്താ ഒപ്പിടുന്നതിനെ? ശിർക്കാണെന്ന് നീയും ഞങ്ങളും ശിർക്കിലേക്കുള്ള വസീലെന്ന്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? എന്തായാലും പ്രായോഗിക രംഗത്ത് ഇല്ലല്ലോ, ഒന്ന് ഒപ്പിട്ടൂടെ? എന്തിനാ രണ്ടഭിപ്രായം? അങ്ങനെയാ ഞാൻ ഒപ്പിട്ടത്. അപ്പോ അതെന്നെ നിർബന്ധിച്ച് ഒപ്പിടിച്ചു എന്ന് പിന്നെ സെലഫിനെ പ്രസംഗിക്കാൻ തുടങ്ങി. രണ്ടഭിപ്രായം പുറത്ത് പറയാതിരിക്കാൻ ഒപ്പിട്ട്, രണ്ടഭിപ്രായം ഉണ്ടെന്ന് മൂപ്പര് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിന് പിന്മാറി. അപ്പൊ ചിലർ ചോദിച്ച്, നിർബന്ധിച്ച് അങ്ങനെ ഒപ്പിടല? അപ്പൊ ഞാൻ പറഞ്ഞു, നിർബന്ധിച്ചിട്ട് ബിംബാരാധന ചെയ്യിച്ചാൽ പോലും അത് കുറ്റമല്ല എന്ന് ഖുർആനിലുണ്ട് എന്ന് സൂറത്ത് നഹ്ൽ ആയത്തോതി ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിന് ഉദാഹരണം പറഞ്ഞു. നമ്മളിങ്ങനെ വണ്ടി പോകുമ്പോൾ അയ്യപ്പൻ വിളക്കിൻ്റെ ആളുകൾ പൈസ ചോദിച്ചു. നമ്മൾ നിങ്ങൾ അമ്പലവിശ്വാസികൾ കൊടുക്കേണ്ടതാണ്. ഒരു പാവപ്പെട്ടവനെ സഹായിക്കാനോ മരുന്നോ അങ്ങനെയാണെങ്കിൽ ഞാൻ തരാം. അപ്പം ചില ആളുകൾ വിടും, ചില ആൾ വിടൂല. ഇറങ്ങണം അവിടുന്ന്, വണ്ടി ഇറങ്ങാം. വിളിക്കട അയ്യപ്പൻ ശൂലം കാട്ടി ആയുധം കാട്ടിയ വിളിക്കൂലേ നമ്മൾ? കാരണം നമ്മൾ ഈ ആയത്ത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ മനസ്സിൽ വിശ്വാസമില്ലാതെ അങ്ങനെ പറഞ്ഞാൽ കുറ്റല്ല. അമ്മാർ ഇബ്നു യാസിറിന്റെ സംഭവത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, സൂറത്ത് നഹ്ൽ 106. കണ്ടോ? അമ്മാർ ഇബ്നു യാസിറിനെ ശത്രുക്കൾ പീഡിപ്പിച്ചു. അപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, പീഡനം വല്ല കൊടുമ്പിരി കൊണ്ടപ്പോ മുഹമ്മദിനെ തള്ളിപ്പറ. അപ്പൊ മുഹമ്മദ് നബിയെ പറ്റി വേണ്ടാത്ത വാക്ക് പറഞ്ഞു. ഞങ്ങളെ ദൈവങ്ങളെ കുറിച്ച് നല്ല വാക്ക് പറ. അപ്പൊ അതും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വ്യസനത്തോടെ റസൂലിന്റെ അടുത്ത് പറഞ്ഞു, എങ്ങനെയൊക്കെ ഉണ്ടായി? നബി ചോദിച്ചു, നിന്റെ മനസ്സെങ്ങനെയായിരുന്നു? എൻ്റെ മനസ്സ് ഈമാൻ കൊണ്ട് സംതൃപ്തായിരുന്നു. എന്നാ കുഴപ്പമില്ല, ഇൻ ആദു ഫഉദ്, ഇനിയും അവരങ്ങനെ ചെയ്താ നീ അങ്ങനെ ചെയ്തോ. ഇത് ഞാൻ തെളിവ് പറഞ്ഞു. അവിടെ അനസ് മുസ്ലിയാർ ആ ക്ലിപ്പിട്ടിട്ട് പറയാണ്, കണ്ടോ നമ്മൾ വിളിക്കൂലേ അയ്യപ്പ? അവിടെ പോസ് ചെയ്യും. നിങ്ങൾ വിളിക്കോ അയ്യപ്പ, വിളിക്കോ
അപ്പൊ ആരും വിളിക്കൂലെന്നല്ലേ പറയാ. എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. എന്താ ഞാൻ അയ്യപ്പനെ വിളിക്കാന്ന് പറഞ്ഞു. വാസ്തവത്തിനൊരു ഉദാഹരണം പറഞ്ഞ എന്നിട്ട് ഞാൻ ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷ, കുഞ്ഞോമറപ്പിന്റെ പരിഭാഷ എന്താ, നിർബന്ധിച്ച് വിഗ്രഹാരാധന ചെയ്താൽ പോലും കുറ്റല്ല. ഞാൻ പറഞ്ഞത് എന്താ, അത്ര വരെ ഖുർആനിലുണ്ട്, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, വിഗ്രഹാരാധനയും ചെയ്തിട്ടില്ലല്ലോ, ഒരു ഒപ്പിടല്ലേ ചെയ്തത് എന്നാ ഞാൻ പറഞ്ഞത്. അതിനെ വ്യാഖ്യാനിച്ചു. അങ്ങനെ അമ്മാർ ഇബ്നു യാസിന്റെ ചരിത്രം പറഞ്ഞപ്പോ അതിലയാളൊരു കളി. അമ്മാർ ഇബ്നു യാസിർ പീഡനം സഹിക്ക വയ്യാതായപ്പോ അറിയാതെ നാവിൽ നിന്ന് വീണുപോയ വാക്കാണ്. അറിയാതെ വീണുപോയതല്ല, പിന്നെയോ കരുതി കൊട്ടി പറഞ്ഞതാ. നബി എന്താ പറഞ്ഞത്, ഇനിയും അങ്ങനെ ചെയ്താൽ നീ ഇനിയും അങ്ങനെ പറഞ്ഞോന്നാ. അല്ലാതെ ഇനി അങ്ങനെ വന്ന ഇനി അറിയാതെ നാവെന്ന് വീണ് പോയിക്കോട്ടെ എന്നല്ല. കണ്ടോ? മാത്രല്ല അതിന്റെ പരിഭാഷ അമാനി എന്താ എഴുതിയത്, അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഘട്ടത്തിൽ കുഫർ അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല. കുഫർ അഭിനയിക്കാറുന്ന ബോധപൂർവ്വമല്ലാതെയാ. നാട്യം എന്ന് പറഞ്ഞാൽ നല്ല ബോധത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ പിന്നെ ചോദ്യം, ബിലാല് വൈറ്റ നെഞ്ഞത്ത് കല്ല് വെച്ചിടിച്ചിട്ടും അഹദെന്നല്ലേ പറഞ്ഞത്? സുമയ്യ ബീവി എത്ര മർദ്ദിച്ചിട്ടും പറഞ്ഞോ അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. 2 ചോയ്സ് ഉണ്ട്. മരിച്ചാലും ഒന്നും പറയില്ല. ഒരു ഈച്ചന്റെ ഹദീസൊക്കെ ആയിട്ട് വന്നിരുന്നു, ദുർബലമായൊരു റിപ്പോർട്ട്, അല്ലേ? ഒരു ഈച്ചനെ ബലി കൊടുത്ത ഹദീസ് ദുർബലമാണ്. അത് പിന്നെ പറഞ്ഞ് നിർത്തി. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാണ് സുഹൃത്തുക്കളെ. ഇനി ഇതൊക്കെ മനസ്സിലായാലും നമ്മൾ ആളുകൾ പറയും, എന്നാലും നമ്മളെ സംഘടന പറഞ്ഞതല്ലേ നമ്മൾ കേൾക്കേണ്ടത്. നമുക്കൊരു പണ്ഡിത സംഘടന ഉണ്ടാവുമ്പോൾ അത് പറഞ്ഞതല്ലേ നമ്മൾ കേൾക്കേണ്ടത്. സംഘടന തഖ്ലീദിലേക്ക് കൊണ്ടുപോവുകയാണ്. അബ്ദുൾ റസാഖ് സലാഹി എന്ന എൻ്റെ ജൂനിയറായി പഠിച്ച ഒരു സഹോദരൻ റിയാദിൽ വെച്ച് പറയുന്നത് 35ാമത്തെ ക്ലിപ്പ്. നാം പ്രതിനിധീകരിക്കുന്ന, നാം ലക്ഷ്യം വെക്കുന്ന നമുക്കൊരു ലക്ഷ്യമുണ്ട്, കൃത്യമായ ഒരു ലക്ഷ്യം. അള്ളാഹുവിൻ്റെ ലിഖാ, പടച്ചതമ്പുരാന്റെ അടുക്കലുള്ള ആ സ്വർഗം, അത് നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ രംഗങ്ങളിൽ ആ റൂട്ടിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതൊരിക്കലും തന്നെ ആ റൂട്ട് തെറ്റിക്കുന്നിടത്തേക്കോ ആ ലക്ഷ്യത്തെ മറക്കുന്നിടത്തേക്കോ അതൊന്നും തന്നെ ആകാൻ പാടില്ല. ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക. ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക എന്നത് റിയാദിനെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി, നമുക്ക് നിർവഹിക്കുവാനുള്ള മസ്ഊലിയത്ത് അത് തന്നെയാണ്. അങ്ങനെയുണ്ട് ഒരു തഖ്ലീദ്. അതാണ് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചത്. പണ്ഡിതന്മാർ എന്തു പറഞ്ഞാലും അത് അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കല അല്ല, തെളിവ് ചോദിക്കണം, തെളിവ് പിൻപറ്റണം, പ്രമാണത്തെ പിൻപറ്റണം. എം അക്ബർ സാഹിബ് നമ്മുടെ ആദർശം എന്താന്ന് പറയുന്നത് കേട്ടോളി. നദവത്തുൽ മുജാഹിദീൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എപ്പോഴാണ്? ഖുർആനും സുന്നത്തും അനുസരിച്ചവർ പറയുന്നിടത്തോളം കാലമാണ്. നാളെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നിങ്ങളോട് ഖുർആനിനും സുന്നത്തിനും എതിരെ ഒരു കാര്യം പറഞ്ഞാൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിനോട് നിങ്ങൾക്ക് പോകാൻ പറയുക, അവരോട് നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പറയുക, ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വിധേയമായി തമ്മിൽ തർക്കിക്കാനല്ല, മറിച്ചൊരു ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ നയിക്കാനും ആ ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനുമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ആർക്കും പിഴവുകൾ ഉണ്ടായത്. ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രമല്ല, ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബിമാരുടെ കാലം കഴിഞ്ഞ ശേഷം ഒരുപാട് വ്യതിയാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായ വ്യതിയാനങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാന കാരണം ഖുർആനിനെയും സുന്നത്തിനെയും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ സന്നദ്ധമായില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റിവെച്ച് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ചരിത്രത്തിൽ അവർക്ക് സംഭവിച്ച അപകടങ്ങൾ അവർ തന്നെ ഇന്ന് തിരിച്ചറിയുന്നു. നാം പറയുന്നത് ആ അപകടങ്ങൾക്ക് കാരണം ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തതാണ് എന്നാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾക്ക് അപകടം പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നാണ് എല്ലാവരോടും നമുക്ക് ഉപദേശിക്കുവാനുള്ള ഒരു ഉപദേശം. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? എന്താ ഉപദേശം?
സംഘടന പറഞ്ഞല്ല പ്രമാണ നോക്കേണ്ടത്. അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ 2012 വരെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഖുർആന്റെ അടിസ്ഥാനത്തിൽ, സഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, സലഫിന്റെ മൻഹജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞ ആദർശം അത് തെറ്റാണെന്ന് അപ്പം പറയണത്. അപ്പം നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ മുമ്പ് പറഞ്ഞ പ്രമാണത്തിൻ്റെ ഒപ്പം നിൽക്കണം. ആ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പറഞ്ഞ നിലപാടിൻ്റെ കൂടെ നിൽക്കണം. അല്ല KNM ജനറൽ സെക്രട്ടറി പറഞ്ഞാലും നമുക്കത് സ്വീകരിക്കേണ്ട ബാധ്യതയില്ല. ഇതാണ് സുഹൃത്തുക്കളെ അവസാനമായി എനിക്ക് പറയാനുള്ളത്. എനിക്ക് ശബ്ദം തീരെയില്ല. നാളെയും പ്രസംഗിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞുകൂടാ. ഒരാഴ്ചയായി ഒരു ദിവസം ഒഴിവില്ലാത്ത പ്രസംഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദീനിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് നമുക്കൊരു പരീക്ഷണമായി നമ്മൾ കാണണം. നമ്മൾ പ്രമാണങ്ങൾ പഠിച്ച് വിവാദങ്ങൾ എന്താണ് യഥാർത്ഥ നിലപാടെന്ന് മനസ്സിലാക്കി ദീനിൽ സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ ആദ്യം മോദി വെച്ച ആയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന, നിന്റെ റബ്ബാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന വിഷയത്തിൽ അവർ താങ്കളെ ജഡ്ജിയാക്കണം. നബിയെ പറ്റി പറയാ, താങ്കളെ തീർപ്പ് കൽപ്പിക്കുന്നവനാക്കണം. എന്നിട്ടോ സുമ്മലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, താങ്കൾ അവർക്ക് നൽകുന്ന വിധിയിൽ അവർക്ക് മനസ്സിലൊരു വിഷമവും തോന്നാതിരിക്കണം. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായും അവർ അതിന് കീഴൊതുങ്ങണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആനിൻ്റെ തീർപ്പന്ത്, റസൂലിൻ്റെ തീർപ്പന്ത്, അവിടെയാണ് നാം നിൽക്കേണ്ടത്. നമ്മൾ ഈ പ്രതിസന്ധികളെയൊക്കെ ആ നിലക്ക് ഉൾക്കൊള്ളുകയും പരീക്ഷണമായി കാണുകയും യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ട് നമ്മുടെ കുടുംബത്തെ അത് പഠിപ്പിച്ച് അത് പ്രബോധനം ചെയ്യാൻ നാം ശ്രമിക്കുക. ദഅവത്തിനെ മുടക്കുന്ന, ഈ ആദർശ കൂട്ടായ്മയെ തകർക്കുന്ന, പുതിയ ആദർശങ്ങൾ കൊണ്ടുവരുന്ന വ്യതിയാന ലോബിയെ തിരിച്ചറിയുക. ഈ മൂവർ സംഘത്തെ തിരിച്ചറിയുക. ചില ആളുകളൊക്കെ പറഞ്ഞ് ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എല്ലായിടത്തും പറയലാണ്, നിങ്ങൾ എൻ്റെ ഒപ്പം ഏതായാലും പോരണ്ട, ഞാൻ ആരും കൊണ്ടുപോകണില്ല, എനിക്കങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് ആവശ്യമല്ല. ഞാൻ പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന പേരിലാണ് നമ്മൾ ഈ സംഘം തുടങ്ങിയത്. ആ ലേബിൾ ഉള്ളിടത്തോളം കാലം നമ്മളതിൽ നിൽക്കണം. ആ ലേബിൾ വലിച്ചെറിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅക്ക് വേണ്ടി പ്രവർത്തിക്കണം. നിങ്ങളൊക്കെ ആ സംഘടനയിൽ തന്നെ ഉറച്ചു നിൽക്കണം. എന്നെ തിരിച്ചെടുക്കണം നിങ്ങൾ ആരും മുറവിളി കൂട്ടും വേണ്ട. എനിക്കിപ്പോൾ നല്ല സുഖ, അറിഞ്ഞ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് സമയമല്ലാത്ത പ്രശ്നങ്ങൾ അത്രമാത്രം ദഅവാ പരിപാടികൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് സംഘടനയും അതുപോലെ ഒരു കോക്കസും വിചാരിച്ചാൽ ഇവിടെ ദഅവത്ത് മുടക്കാൻ കഴിയില്ല എന്ന് ഈ പിളർപ്പിലൂടെ നമ്മൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് സംഘടനയിൽ ഉറച്ചു നിൽക്കുക, ഈ മൂവർ സംഘത്തെ തിരിച്ചറിയുക. അവർ പുറത്തു പോകുന്നതുവരെ ഈ സംഘടന ശരിയാവില്ല. അത് പുറത്തു പോയേ പറ്റൂ. അവർ ഈ സംഘടനയെ ആദർശത്തിൽ വെള്ളം ചേർത്തവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. തൗഹീദിന്റെ ദഅവത്തുമായി നാം മുന്നോട്ട് പോവുക. മടവൂരിസം അത് തനിച്ച അഖലാനിസമാണ്, അത് വേറെ ചിന്താധാരയാണ്. മടവൂരിസവും സലഫിയത്തും യോജിക്കുന്ന പോയിന്റുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് മടവൂരിസം വേറെ തന്നെയാണ്. അവരോട് പറയണം, നിങ്ങൾ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞങ്ങൾക്ക് ഞങ്ങളെ മതം. നിങ്ങളെ മതത്തിൻ്റെ കൂടെ, നിങ്ങൾ ആദർശത്തിൻ്റെ കൂടെ നവമടവൂരികൾ വന്നാൽ അവരെ കൂട്ടിക്കോളൂ, ഞങ്ങൾക്ക് കൂടാൻ പറ്റൂല എന്ന് പ്രത്യേകമായി നമ്മൾ ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിഷയങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നാം തയ്യാറാവുക. അതിനുള്ള ഒരു പ്രചോദനമാകട്ടെ ഈ മീറ്റിംഗ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.